ഹായ്, അസ്സാം വലൈക്കും. ഡെയിലി വൈബ്സ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയാലോ? ഈ ബീഫ് റോസ്റ്റിനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ മാത്രം കണ്ടുപിടിച്ച എൻ്റെ മാത്രമായിട്ടുള്ള ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാനൊരു 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 സവാള അരിഞ്ഞത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പും കൂട്ടി അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് ഇനി 2 തക്കാളി അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, വീഡിയോയിൽ കിട്ടിയില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഒരു 6 വിസിൽ അടുപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ബീഫ് അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ സീക്രട്ട് റെസിപ്പി. ഇനി ഒരു മിക്സി എടുക്കാം. അതിലേക്ക് പകുതി വലിയ ഉള്ളിയും പകുതി തക്കാളിയും 1 മുളകും, ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫില്ലേ, ആ ബീഫിൽ നിന്നും ഒരു 2 ബീഫ് എടുത്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലില്ലാത്ത ഇറച്ചി മാത്രം എടുക്കണേ. എന്നിട്ട് അതിൻ്റെ ഗ്രേവി കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് 1 കൈയിലോ 2 കൈയിലോ ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫിൽ നിന്ന് നമ്മൾ എത്രത്തോളം ബീഫ് റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ടോ അത്രത്തോളം ബീഫിനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സീക്രട്ട് ആയിട്ടുള്ള റെസിപ്പി ഉണ്ടല്ലോ, ഇൻഗ്രീഡിയൻറ്റ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിലൊക്കെ നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഗരം മസാല, എല്ലാ പൊടികളും ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് നാരങ്ങ നീര് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇനി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.